എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, തോറ്റുകൊടുക്കാനുള്ളതല്ല ജീവിതം. ജീവിതത്തിൽ തോൽവികൾ വന്നേക്കാം. എന്നാൽ ഞാനൊരു തോൽവിയല്ല എന്ന് പറയാനുള്ളൊരു ആർജവം ഇന്ന് പകൽ നാം കാണിക്കണം. തോൽവികൾ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ്. വീണ് കിടക്കുകയില്ല, തോറ്റുകൊടുക്കുകയില്ല. ജയിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചത്. എൻ്റെ ദൈവം ജയിച്ചവനാണ്. പാപത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ. അവൻ ജയിച്ചത് എനിക്ക് ജയം നൽകാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തോറ്റുകൊടുക്കരുത്. ജയിക്കാനുള്ളതാണ് ജീവിതം. ദൈവഭക്തനായ ഇയ്യോബിന് കഷ്ടം വന്നതുപോലെ നമുക്ക് ആർക്കും കഷ്ടതകൾ വന്നിട്ടില്ല. ഒരു ദിവസം തൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ തനിക്ക് നേരിട്ടു. പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു. തനിക്കുള്ളത് മുഴുവനും ഒരു ദിവസം നഷ്ടപ്പെടുകയാണ്. ഇയ്യോബ് എന്താണെന്നോ പറഞ്ഞത്? ഞാൻ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചവനാണ്. തിന്മ വന്നാലും ഞാനത് സ്വീകരിക്കും. നഗ്നനായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ഇയ്യോബ് പറഞ്ഞു, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു. ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു. നാം എല്ലാവരും മനുഷ്യരാണ്. ആരും ഇവിടെ പൂർണ്ണരല്ല. നാം പേടിക്കുന്നവരാണ്, ഭയപ്പെടുന്നവരാണ്, നിരാശപ്പെടുന്നവരാണ്, തളരുന്നവരാണ്. എന്നാൽ യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഭയങ്ങൾ വന്നിട്ടുണ്ട്, പേടിച്ചു പോയിട്ടുണ്ട്. ചില നഷ്ടങ്ങൾ വന്നത് കണ്ടപ്പോൾ, ചില തകർച്ചകൾ വന്നത് കണ്ടപ്പോൾ അവൻ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അവൻ ഭക്തനായിരുന്നത് കൊണ്ട്, ദൈവത്തെ പരമാർത്ഥതയോടെ സേവിച്ചിരുന്നത് കൊണ്ട്, എൻ്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്നൊരു ദൈവം എനിക്കുണ്ട് എന്ന ഉറച്ച വിശ്വാസം യോബിനുണ്ടായിരുന്നത് കൊണ്ട് യോബ് ഭക്തി വിട്ടുകളഞ്ഞില്ല. അവൻ ഭക്തി മുറുകെ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകാം, പരാജയങ്ങൾ വന്നിട്ടുണ്ടാകാം, നിങ്ങൾ തളർന്നിട്ടുണ്ടാകാം. പക്ഷേ യോബിനെ പോലെ ഇന്ന് പകൽ നാം പറയണം, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ, എൻ്റെ പരാജയങ്ങളെ വിജയമാക്കുന്നവൻ, എന്നെ എഴുന്നേൽപ്പിക്കുന്നവൻ, എന്നെ വീണ്ടെടുക്കുന്നവൻ, എന്നെ സഹായിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് പറഞ്ഞു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. എൻ്റെ ത്വക്ക് നശിച്ചു പോകുന്നുണ്ട്, എൻ്റെ മാംസങ്ങൾ ക്ഷയിച്ചു പോകുന്നുണ്ട്, എൻ്റെ ശരീരത്തിൽ വരെ എനിക്ക് ദണ്ഡനം വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ വീണ്ടെടുപ്പുകാരനാണ്. ഞാൻ അവനെ കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് താൻ എന്തു പറഞ്ഞോ ആ വാക്കുകൾ ചലിച്ചു. പോസിറ്റീവായ വാക്കുകൾ, നല്ല വാക്കുകൾ പറയണം. ഇയ്യോബ് മുറുകെ പിടിച്ച ഭക്തി ഇയ്യോബിനെ സഹായിച്ചു. ഇന്ന് പകൽ ഭക്തി നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പറയുന്ന നല്ല വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകും. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങളെ നന്മ കാണും. വിശ്വസിക്ക്, ഒന്നും തീർന്നിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങളത് കാണാൻ പോവുകയാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്കൊരു ശുഭ ഭാവിയുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല. നല്ലത് പറയുക, നല്ലത് സംഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ
വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.